നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വാക്കുകൾക്കാണ്, ടോണുകൾക്കല്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് സംസാരത്തിൽ 93% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളതാണ്. വിഷയത്തെക്കാൾ ഉപരി വോയിസ് ടോൺ എങ്ങനെയാകണം എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ടോണിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം: പേസ്, പിച്ച് ആൻഡ് വോളിയം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ലോ പിച്ചിൽ വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരത്തിന് വിശ്വാസ്യത കൂടും, അതോടൊപ്പം തന്നെ എതിർക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഹൈ പിച്ചിൽ സംസാരിച്ചാൽ മറ്റുള്ളവർ പ്രകോപിതരാകും, അതുകൊണ്ട് തന്നെ എതിർക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിർത്തി നിർത്തി സ്ഫുടമായി വ്യക്തമായി സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലേ കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി എന്നാണ്. ഇനി വോളിയമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് സംസാരിക്കാതെ അടുത്ത് നിന്ന് ലോ വോളിയത്തിൽ സംസാരിക്കുക. പബ്ലിക് സ്പീക്കിങ്ങിൽ ചില പോയിന്റുകൾക്ക് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഹൈ വോളിയത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ലോ വോളിയത്തിൽ സംസാരിക്കുമ്പോഴാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.